ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളൊരു 5-6 ഫാമിലി കൂടിയിട്ട് ഒരു വണ്ടിയൊക്കെ വിളിച്ച് ഞങ്ങൾ കുമരകം ഹൗസ് ബോട്ടിലേക്ക് പോയിട്ടാണ്. അപ്പം ഞങ്ങൾ കാലത്ത് ഒരു 7 മണിക്കാണ് പോയത് ഹൗസ് ബോട്ടിലേക്ക്. അപ്പോൾ അവിടെ ഒരു 11:30 അടുത്ത് എത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പം തന്നെ ഹൗസ് ബോട്ടിൽ കയറി. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഹൗസ് ബോട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ എല്ലാവരും അടിയിൽ നിന്ന് മുകളിലേക്ക് കയറി മുകളിലത്തെ ഫ്ലോറിൽ ഇരിക്കണം കേട്ടോ. അപ്പോൾ അടിയിൽ 2 ബെഡ്റൂം എ സി, മുകളിൽ ഒരു ബെഡ്റൂമും എ സി കേട്ടോ. അങ്ങനെ 3 ബെഡ്റൂമിൻ്റെയാണ് എ സി. ഞങ്ങൾ ചെന്ന് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഞങ്ങൾക്ക് ലെമൺ ജ്യൂസ് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്തമാനങ്ങൾ പറഞ്ഞു. ഹൗസ് ബോട്ട് അങ്ങനെ അപ്പം തന്നെ നീങ്ങി. അപ്പോൾ അങ്ങനെ നീങ്ങി ചുറ്റും നോക്കുമ്പോൾ കുറേ ഹൗസ് ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മുകളിലത്തെ നിലയിലാണ് ഡൈനിങ് ടേബിൾ വന്നിരിക്കുന്നത്. 12 പേർക്ക് ഇരിക്കാനുള്ള ഡൈനിങ് ടേബിൾ കേട്ടോ. അടിയിലേക്ക് പിന്നെ നമുക്ക് ഇറങ്ങി പോകേണ്ട ആവശ്യമില്ല. ഇനി കിടക്കാൻ മാത്രമാണെങ്കിൽ അടിയിലത്തെ റൂമിലേക്ക് 2 ബെഡ്റൂം അടിയിലാണ്, എ സിയാണ്, അടിയിലേക്ക് പോവാം. അതല്ല ഇപ്പം മുകളിൽ ഇരുന്ന് കാഴ്ചകൾ കാണുകയാണെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്, ബാത്റൂമുകളുണ്ട്, ഒക്കെ നല്ല സൗകര്യത്തിലാണ്. പിന്നെ മുകളിൽ ബെഞ്ചുകൾ സൈഡിൽ ചാരിപ്പടി പോലെ പിടിപ്പിച്ചിട്ടുണ്ട്. അതിലിരിക്കണമെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ സോഫ സെറ്റിന്മേൽ ഇരിക്കണമെങ്കിൽ ഇരിക്കുക, അങ്ങനെ സൗകര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഹൗസ് ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല തണുത്ത കാറ്റ്. ഇപ്പോൾ പുറത്ത് വെയിലായതുകൊണ്ട് നമ്മൾ ശരിക്കും ചൂടാകുന്നു, പക്ഷെ അല്ല, ആ വണ്ടി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല തണുത്ത കാറ്റാണ് നമുക്ക് അടിക്കുന്നത്. നല്ല സുഖമായിട്ട് ഇരിക്കാം, ചൂടെടുക്കുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ വീടുകളിൽ നിന്ന് സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീടുകളിൽ നിന്ന് കൊണ്ട് സ്നാക്സ് കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിച്ച് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു. പിന്നെ നമുക്ക് അവിടെ ഇങ്ങനെ പാട്ട് പാടാനുള്ള മൈക്ക്, അതുപോലെ സ്പീക്കർ, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് സൗകര്യം പോലെ പാട്ട് പാടാനായാലും ഒക്കെ നല്ലതാണ്. അപ്പോൾ അത് 2-3 പേര് പാട്ടൊക്കെ പാടിയിട്ടാ, നല്ല അടിപൊളിയായിട്ട് പാട്ടുകളൊക്കെ പാടി നല്ല എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ട് പോയിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ സ്പ്രൈറ്റ്, കൊക്കക്കോള അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, കാരണം ദാഹിക്കുമ്പോൾ. പക്ഷെ അവർ നമുക്ക് കുടിക്കാൻ നല്ല വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്, ഫിൽറ്റർ വെള്ളം വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് നമുക്ക് എടുത്ത് കുടിക്കാനൊക്കെ. അത് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഒരു 1 മണിയായപ്പോൾ അവർ നല്ല ഫുഡ് നമുക്ക് കൊണ്ടുവന്നു. അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, അത്രയും നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയ ദിവസം വിഭൂതി നൊയിമ്പ് പിടിക്കണ അന്നാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അന്ന് പോയപ്പോൾ കരിമീൻ ഫ്രൈ ചെയ്തതും, ചിക്കൻ കറി, മീൻ വെച്ചത്, അതുപോലെ മോര് കറി, പരിപ്പ് കറി, കാബേജ്, സാലഡ്, പിന്നെ മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, ചോറ്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, പയറുപ്പേരി, ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് കഴിക്കുക, കഴിയുന്നതനുസരിച്ച് അവർ കൊണ്ടുവന്ന് നമുക്ക് തരും. അപ്പോൾ ആവശ്യത്തിന് കഴിക്കാം കേട്ടോ. ചോറും നല്ല അടിപൊളിയാണ്, എല്ലാവർക്കും വയറ് നിറച്ച് ചോറ് കഴിക്കാനുണ്ട് കേട്ടോ. അവരെല്ലാ സൗകര്യങ്ങളും ഈ ബോട്ടിൻ്റെ ആൾക്കാർ നമുക്ക് ചെയ്തു തന്നിരുന്നു. അപ്പം അങ്ങനെ ഊണ് കഴിക്കണ നേരത്താണ് പാട്ടുകൾ പാടുക തന്നത്. അപ്പോൾ ആഞ്ചലോന, ചെറിയാൻ ചേട്ടൻ, പ്രിൻസ്, അഭിജിത്ത്, അവരൊക്കെ മൈക്ക് പിടിച്ച് അടിപൊളിയായിട്ട് പാട്ടുകളൊക്കെ പാടി. അത് കഴിഞ്ഞ് ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ക്ഷീണമായി. അപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സായവർ 2-3 പേര് ഒന്ന് സൈഡിൽ റൂമിൽ പോയി കിടക്കാം. പക്ഷെ അവർ അതൊന്നും കിടന്നില്ല. റൂമിൽ പോയി കിടന്ന് പുറത്തെ കാഴ്ചകൾ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം അവർ ആ ചാരിപ്പൊടി പോലെ ബെഞ്ചുണ്ട്, അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് കിടന്ന് കാഴ്ചകൾ കണ്ട് നല്ല എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അങ്ങനെ അത് കുറച്ച് 3 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് ഞങ്ങൾ വീണ്ടും ഫ്രൂട്ട്സുകൾ, അതുപോലെ സ്നാക്സുകളൊക്കെ കഴിച്ചു കേട്ടോ. അതുപോലെ ഞങ്ങളുടെ ഹൗസ് ബോട്ട് പോകുന്ന പോലെ തന്നെ അവിടെ കുറേ ഹൗസ് ബോട്ടുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
നല്ല അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴത്ത് ഈ ഹൗസ് ബോട്ട് ഓടിക്കുന്ന ആൾക്കാരെ ആളെ കാണാനും അതുപോലെ അത് അങ്ങനെ എന്താ പറയുക ഓടിക്കണത് ഫോട്ടോസ് എടുക്കാനൊക്കെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ അങ്ങനെ ഹൗസ് ബോട്ട് ഓടിക്കുന്ന ഡ്രൈവർ പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും ഇതൊന്ന് ഓടിച്ച് നോക്കാനൊക്കെ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എല്ലാവരും ചെറിയ കുട്ടി മുതൽ വലിയ ആൾക്കാർ വരെ അത് ഓടിച്ച് നോക്കിയിട്ടാണ് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തത്. നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ അവർ നല്ല രസമായിരുന്നു ഡ്രൈവർ, അതുപോലെ അതിൻ്റെ ഓണർമാരും കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ വിചാരിക്കാത്ത പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു ഞങ്ങളുടെ കുമരകം ഹൗസ് ബോട്ട് യാത്ര കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആരെങ്കിലും പോവാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹൗസ് ബോട്ടിങ്ങിന് പോവാട്ടോ. പിന്നെ ഉച്ച തിരിഞ്ഞ് നല്ല ഏലക്കായ ഇട്ട ചായയും പഴംപൊരിയും തന്നു.